നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാമായണ മാസം. തുഞ്ചൻപറമ്പിൽ രാമായണ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളായി. വയലത്തൂർ കുറ്റിപ്പാല വളവിൽ സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. പൊറ്റത്തപ്പടി അന്നാറ റോഡിൽ മിനി ടാങ്കർ ലോറിയിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കവേ റോഡിനരികിലേക്ക് ചെരിഞ്ഞു. വാഹനം JCB ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഹനുമാൻകാവിലേക്കുള്ള റോഡിൽ ചെളി നിറഞ്ഞ് ദുരിതയാത്ര. ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തെ മരം വീണ് വീടിന്റെ കോൺക്രീറ്റ് തകർന്നു. രാമായണ മാസാചരണത്തിനൊരുങ്ങി ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രം. വിശദമായ വാർത്തകൾ. രാമായണ മാസത്തെ വരവേൽക്കാൻ ഇന്ന് കർക്കിടക സംക്രാന്തി. കർക്കിടകം നാളെ തുടങ്ങുന്നതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിനൊരുങ്ങി. തിരൂർ തുഞ്ചൻപറമ്പിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരൂർ തുഞ്ചൻപറമ്പിൽ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 വരെ രാമായണ പാരായണമുണ്ടാകും. രാമായണ പ്രഭാഷണമുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ 5 വരെയാണ് രാമായണ പാരായണം. ഓഗസ്റ്റ് 10 രാവിലെ 8 മുതൽ 12 വരെ വിദ്യാർത്ഥികൾക്കായി രാമായണ പ്രശ്നോത്തരി, രാവിലെ ക്വിസ് മത്സരം. ഓഗസ്റ്റ് 11 രാവിലെ 5 മുതൽ സമ്പൂർണ്ണ അധ്യാത്മ രാമായണ പാരായണം. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ വൈകിട്ട് 5 മുതൽ 6 വരെ രാമായണ പ്രഭാഷണം. 16 നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ, 19 ഡോക്ടർ MN കാരശ്ശേരി, 23 ശത്രുഘ്നൻ, 26 TT വാസുദേവൻ, 31 ഡോക്ടർ രജനി സുബോധ്. ഓഗസ്റ്റ് 2 ഡോക്ടർ RVM ദിവാകരൻ, 6 GK രാംമോഹൻ, 7 KS വെങ്കിടാചലം, 9 ഡോക്ടർ P. ഉഷ, 12 ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരാണ് പ്രഭാഷണം നടത്തുക. വെട്ടം ന്യൂസ്, തിരൂർ. എടരിക്കോട് വയലത്തൂർ റോഡിലെ സ്ഥിരം അപകട മേഖലയായ വയലത്തൂർ കുറ്റിപ്പാല വളവിൽ സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ചു. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ യാത്രക്കാർ കാര്യമായ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വയലത്തൂർ കുറ്റിപ്പാല വളവിൽ സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിച്ചു. തിരൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ബസും എതിരെ വന്ന ടൂറിസ്റ്റ് ബസുമാണ് വില്ലേജ് ഓഫീസിന് സമീപത്ത് കൂട്ടിയിടിച്ചത്. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കാര്യമായ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വെട്ടം ന്യൂസ്, വയലത്തൂർ. പൊറ്റത്തപ്പടി അന്നാറ റോഡിൽ മിനി ടാങ്കർ ലോറിയിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കവേ റോഡരികിലേക്ക് ചെരിഞ്ഞു. വാഹനം JCB ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വാഹനത്തിലെ ഡ്രൈവറും കൂടെയുള്ളവരും വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് പെരിന്തൽമണ്ണ പള്ളിക്കുളമ്പ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിനി ടാങ്കർ ലോറി പൊറ്റത്തപ്പടി അന്നാറ റോഡിലെത്തിയത്. റോഡിനോട് ചേർന്നുള്ള ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് ടാങ്കറിലെ മാലിന്യം ഒഴുക്കിവിടുന്നതിനിടയിൽ ലോറി ചെരിഞ്ഞ് ടയർ താഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ഒന്നും കാണലില്ല. കാരണം എന്താ വെച്ചാൽ റോഡിലാണ് നല്ല കറുത്ത വെള്ളം ഉണ്ടാവും. പിന്നെ പുറത്ത് തോട്ടിൽ നോക്കിയാൽ കാണാൻ ഭയങ്കര വലിയൊരു ചാലും. അപ്പോൾ ഇത് എങ്ങനെയും പിടുത്തം കിട്ടില്ല. വണ്ടി പോയ ചാല് അത് റോഡിൽ വേറെ അടയാളം ഉണ്ടാവും. അപ്പോൾ ഇന്നലെയാണ് നമുക്ക് പിടുത്തം കിട്ടിയത് കൂടെ വണ്ടി താന്നു പോയതുകൊണ്ട്. അപ്പോൾ അത് കാരണം അവർ JCB വെച്ച് വന്ന് പിടിച്ച് പൊന്തിക്കാൻ വന്നപ്പോൾ അവർ 4-നും 5-നും നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു കാലി വണ്ടിയാണെന്ന്. അപ്പോൾ കാലി വണ്ടിയല്ല, ഞങ്ങളിവിടെ അടുത്ത് ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അവർ വണ്ടി വെള്ളമാക്കി ഒഴിവാക്കി വിട്ടിക്കണേ. എന്നിട്ടാണ് പറഞ്ഞത് കാലി വണ്ടിയാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വെള്ളം നിറയുമ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് വെള്ളം നിറയുന്ന സ്ഥലമാണ്. എന്നിട്ട് അവിടെ ഞങ്ങൾ വന്നിക്കലാണ്. കാരണം ഈ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ വണ്ടിയിട്ട് പോകണമെങ്കിൽ ബേജാറായിട്ട് ആ തോട്ടിൻ്റെ അവിടെ വന്നിട്ട് തോടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കലാണ്.
അപ്പോൾ ഈ വണ്ടി ഇടിച്ചിട്ടിപ്പോൾ ഒന്നായിട്ട് മതിൽ പോയിക്കണേ. അതുകൊണ്ട് അവിടെ ആ മതിൽ കെട്ടിയുമാണ് നമുക്ക് അവിടെ ഒരു സേഫ്റ്റികൾ ഒരു മതിലുമായി ആ ഗേറ്റ് ഇരുമ്പിന്റെ ഒരു ഇത് വെച്ച് വെക്കണം. അല്ലാതെ കണ്ടമാനം ആളുകൾക്ക് അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് വണ്ടിക്കാർ ഇത് പരമായിട്ട് ഇതേമായിരുന്നു. അപ്പോൾ ഒരു ക്യാമറ അവിടെ ഞങ്ങൾക്ക് സ്ഥാപിച്ചാൽ അത്യാവശ്യമാണ്. വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു വരുന്നത്. ആ വെള്ളം മൊത്തം ഞങ്ങൾ സഹിക്കണം. മഴ ഒന്ന് പെയ്താൽ ഞങ്ങൾക്ക് അരക്ക് വെള്ളത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകണത്. പള്ളിക്ക് പോകാൻ ഇനി അങ്ങോട്ട് കൊണ്ട് ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കാണണം, സംഗതി ഒന്ന് കണ്ട് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടുത്തി തന്നെ പറഞ്ഞു. ടാങ്കർ ലോറികളിൽ മാലിന്യം തട്ടുന്നത് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ നിരന്തരമായിട്ട് അതിനുള്ള പരാതിയുമായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ തെളിവില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തള്ളിപ്പോകാറുള്ളത്. നിലവിൽ ഇന്ന് പുലർച്ചെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന 2-3 ആളുകളാണ്, സഹോദരന്മാരായിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്നെ വിളിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ വന്നപ്പോഴാണ് സംഭവം ഇത് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. ഫ്ലാറ്റിൻ്റെയും പിന്നെ നമ്മുടെ രാത്രി കാലങ്ങളിൽ ഹോട്ടൽസിൻ്റെ മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ട് തട്ടുന്നത്. പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം. ഇന്ന് താന്നു പോയതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റി. വണ്ടി തന്നുകൊണ്ട് വീട്ടിൽ നേരെ മുമ്പിലാണ് ഞങ്ങൾ പ്രദേശവാസികളാണ്. സമീപത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി പോവുകയായിരുന്ന പ്രദേശവാസികളാണ് സംഭവം ആദ്യം കാണുന്നത്. JCB ഉപയോഗിച്ച് ലോറി കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുന്നത് പ്രദേശവാസികൾക്ക് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. മാലിന്യം തള്ളാനെത്തിയ വാഹന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ റോഡിലെ കുഴികളിൽ മഴ പെയ്ത് ചെളിവെള്ളം നിറഞ്ഞതോടെ യാത്ര ദുസ്സഹമായി. മുസ്ലിയാരങ്ങാടി ഹനുമാൻകാവ് റോഡാണ് വർഷങ്ങളായി പാടെ തകർന്നു കിടക്കുന്നത്. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കൂടിയാണിത്. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ്. തലക്കാട് തൃപ്രങ്ങോട് പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. തലക്കാട് പഞ്ചായത്തിലെ ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്നതെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ റോഡിലാകെ കുഴികളാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഹനുമാൻകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ റോഡ് ഇവിടെ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ബോർഡറിട്ട് ഉയർത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം പദ്ധതിയിലോ വലിയ ഫണ്ട് ഇവിടെ കൊണ്ടുവരണം. 2006 E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് കൊണ്ടുവന്നിരുന്നു. അന്ന് ടൂറിസം പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് KT ജലീൽ സാഹിബും ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ ഫണ്ടിന് ശേഷം ചെറിയ വർക്കേ നടന്നിട്ടുള്ളൂ. ഇവിടെ വലിയ ഫണ്ട് തന്നെ ബഹുമാനപ്പെട്ട MP-മാരും MLA-മാരും മെമ്പർമാരും എല്ലാവരും ശ്രമിച്ചുകൊണ്ട് കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു എത്രയോ സ്കൂൾ ബസ്സുകൾ, പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ, ഹനുമാൻകാവിലേക്കുള്ള മറ്റ് യാത്രക്കാരൊക്കെ പോണ വലിയ റോഡാണ്. മനസ്സിലായില്ലേ? റോഡ് വലുതല്ലെങ്കിലും പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. എല്ലാ കാലത്തും തലക്കാട് പഞ്ചായത്ത് ഇതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. മെമ്പറെ വിളിച്ച ആൾക്കാർ, ഓട്ടോറിക്ഷക്കാരെല്ലാം തന്നെ ഇവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ശരിക്കും ഞാൻ നാളെ ഓട്ടോറിക്ഷക്കാരെ തിരിച്ചുവിടാൻ തന്നെ നോക്കി. കാരണം നിങ്ങൾ വലിയ ബസ്സൊക്കെ തടയുന്നു, സ്കൂൾ ബസ്സൊക്കെ തടയുന്നു. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുന്നു. എല്ലാ വർഷക്കാലത്തും ഇങ്ങനെ ഇവിടുന്ന് അതുവരെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കുഴികളാണ് നിറയെ. കുട്ടികൾക്ക് നടക്കാൻ സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ ഓടകളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട്. ആ മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരം ഓടകളുണ്ട്. പക്ഷെ ഓടയൊക്കെ അടുത്തുള്ളവർ തൂർത്തിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ മണ്ണ് നിറഞ്ഞ് വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല. ചെറിയ റോഡാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഉണ്ട് ഒരു അവഗണന. ഇവിടെ ഉള്ളവരും ടാക്സ് കൊടുക്കണില്ലേ? തൃപ്രങ്ങോട് പഞ്ചായത്തിൻ്റെ ആദ്യവാരും തലക്കാട് പഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് പോലിശ്ശേരിക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇതിലിപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും പോലും നടന്നിട്ട് മുസ്ലിയാരങ്ങാടിയിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വളരെയധികം ദയനീയമാണ്. കാരണം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററാണ് ദൂരം. ആ 1.5 കിലോമീറ്റർ പോയാൽ 30 ഉറുപ്പ്യ കിട്ടും. ഈ 30 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് 40 ഉറുപ്പ്യൻ്റെ എണ്ണൻ്റെ ചിലവാണ്. പോരാത്തതിന് വണ്ടിൻ്റെ തേയ്മാനങ്ങൾ, വണ്ടി ടയർ പൊട്ടിയിട്ടും മറ്റുള്ള എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ടും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും. അതേപോലെ തന്നെ ജനങ്ങളുടെ കംപ്ലൈൻറ്റ്, ഊരവേദനയാണ്, വണ്ടി ചാടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ വളരെ ദയനീയമാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ കാര്യം. അപ്പോൾ അതിനൊരു പരിഹാരം ഇതിൻ്റെ അധികാരികൾ കാണണം.
മഴ പെയ്തതോടെ കുഴികളിലെല്ലാം വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. രാമായണ മാസം ആരംഭിക്കുന്നതോടെ ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് ഭക്തരെത്തും. ഇവരെല്ലാം റോഡിലെ കുഴികൾ താണ്ടി വേണം ക്ഷേത്രത്തിലെത്താൻ. റോഡ് നന്നാക്കണമെന്ന് പലതവണ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വി കെ റഫീഖ്, പി വിനീത്, അഷ്കർ പൂന്തോട്ടത്തിൽ, വി കെ ഗഫൂർ, പി ബാവ, പി ഷോജിത്ത്, രുക്മിണി ടീച്ചർ, സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു. പാലക്കാട് പഞ്ചായത്തിൽ ഞാൻ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കത്ത് കൊടുത്തിരുന്നു. അവരൊരു അന്വേഷണത്തിന് വന്നു. അപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആ ഡ്രെയിനേജ് നന്നാക്കുവാൻ വേണ്ടിയിട്ട് ഫണ്ട് കൂടുതലാകും. അതുകൊണ്ട് ഇപ്പോൾ നടക്കില്ല. ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തെ മരം വീണ് വീടിന്റെ കോൺക്രീറ്റ് തകർന്നു. കൂട്ടായി ടൗൺ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന അമ്മാത്ത് കോയമ്മോന്റെ വീടിന്റെ 2ാം നിലയിലെ കോണിക്കൂടിന്റെ കോൺക്രീറ്റാണ് തകർന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവ സമയത്ത് മരം വീഴുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ കൂട്ടായി ടൗൺ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന അമ്മാത്ത് കോയമോന്റെ വീടിന് സമീപത്തെ തേരുമരമാണ് വീടിന്റെ കോൺക്രീറ്റിന് മേൽ വീണത്. 20 വർഷത്തോളം പഴക്കമുള്ള തേരുമരം 2ാം നിലയിലെ കോണിക്കൂടിന് മുകളിലെ കോൺക്രീറ്റിന് മുകളിലാണ് വീണത്. സംഭവ സമയത്ത് മരം വീഴുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. 50,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. സ്ഥലം ഇവിടെ കൂട്ടായി 16-ാം വാർഡ്, മംഗലം പഞ്ചായത്ത് 16-ാം വാർഡിലാണ് ഇത് നടന്നിട്ടുള്ളത്. പിന്നെ നാശനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കോണിക്കൂടിൻ്റെതാണ്. ആ സൈഡ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, നാശത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കോൺക്രീറ്റ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്. 3 മാസം 4 മാസമായ 2 കുട്ടികൾ വരെയുണ്ട്. അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് സെക്രട്ടറിയെ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CPM-ൻ്റെ പ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മംഗലം പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ റംല, CPM ബ്രാഞ്ച് സെക്രട്ടറി പുരുഷോത്തമൻ, CP ഖാലിദ് കുട്ടി എന്നിവർ വീട് സന്ദർശിച്ചു. സംഭവത്തിൽ വീട്ടുകാർ റവന്യൂ അധികൃതർക്ക് പരാതി നൽകി. വെട്ടം ന്യൂസ് കൂട്ടായി. രാമായണ മാസാചരണത്തിന് ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 16-ന് തുടങ്ങി ഓഗസ്റ്റ് 16 വരെ 32 ദിവസം ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാമായണ പാരായണം നടക്കും. രാമായണ മാസത്തെ വരവേൽക്കാൻ ഇന്ന് കർക്കിടക സംക്രാന്തി ആചരിക്കും. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കും. 19-ന് തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ ഭഗവത് സേവ ഉണ്ടാവും. 21-ന് ലക്ഷ്മണന് മുഴുകാപ്പ് ചന്ദനം ചാർത്തും. പ്രിയപ്പെട്ട വെട്ടം ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ആദ്യമായി ഈ വർഷത്തെ രാമായണ മാസദിനാശംസകൾ നേരുകയാണ്. വീണ്ടും ഒരു രാമായണ മാസം ആഗമമായിരിക്കുകയാണ്. ഈ 16-ാം തീയതി മുതൽ ജൂലൈ 16-ാം തീയതി മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി കൂടി 32 ദിവസമാണ് ഈ വർഷത്തെ കർക്കിടകം, അതായത് രാമായണ മാസം ആചരിക്കപ്പെടുന്നത്. കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്ന്, മലയാള മാസത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കർക്കിടകം മഴ കൊണ്ട്, തീവ്രമായ ശക്തമായ മഴ കൊണ്ട് വ്യക്തികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പൂർണ്ണമായും കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സംസ്കൃതിയായിരുന്നല്ലോ നമ്മുടേത്. ഈ കാർഷിക വൃത്തിയായി ജീവിക്കുന്ന മനുഷ്യർക്ക് അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന ഈ കർക്കിടക മാസത്ത് കൃഷി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഈ കർക്കിടത്തെ നമ്മൾ പഞ്ഞമാസം എന്ന് വിളിക്കപ്പെട്ടു പോകുന്നത്. അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന, ദുർഘടമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമൻ്റെ നാമം ചൊല്ലി രാമായണ കഥകൾ വിശ്വസിച്ച്, ആചരിച്ച്, വായിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്ന ഒരു പഴയകാല സംസ്കൃത ഭാഗമായിട്ടാണ് കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് ആചരിച്ചു പോകുന്നത്. രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും രാമായണം വായിച്ചുകൊണ്ട്, രാമായണ പാരായണം നടത്തിക്കൊണ്ട് കുടുംബത്തോടൊപ്പം
ഈ പട്ടാഭിഷേകം ചിത്രത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചിരുന്ന നാമം ജപിച്ചിരുന്നാൽ മനുഷ്യനുണ്ടാവുന്ന ദുർഘടങ്ങൾ, അസുഖങ്ങൾ മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നാണ് മലയാളികളുടെ വിശ്വാസം. അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് കർക്കിടക മാസം നമ്മൾ ആചരിച്ചു പോകുന്നത്. ഈ വർഷം നമ്മൾ കർക്കിടക മാസം വളരെയധികം പരിപാടികളോടുകൂടിയാണ് നമ്മൾ ആചരിക്കുന്നത്. കർക്കിടകം 32 ദിവസവും, ഈ വർഷം 32 കർക്കിടകം ഉള്ളത്. ഈ 32 ദിവസവും രാമായണ പാരായണമുണ്ട്. ഒഴിവ് ദിവസങ്ങൾ രാമായണ പ്രഭാഷണങ്ങൾ പ്രധാന മഹത് വ്യക്തിത്വങ്ങളെ കൊടുന്നുകൊണ്ട് ഈ പുതിയ തലമുറയ്ക്ക് രാമായണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. രാമായണം എന്ന് പറഞ്ഞാൽ രാമൻ്റെ യാത്ര എന്നതാണ്. ഈ മലയാളി സംസ്കാരം അല്ലെങ്കിൽ മലയാളികൾക്ക് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഈ രാമായണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒഴിവ് ദിവസങ്ങളിൽ എല്ലാം നമ്മൾ രാമായണ പ്രഭാഷണം വെച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രാധാന്യമാണ് ഔഷധ കഞ്ഞി. കാരണം തീർച്ചയായിട്ടും ഈ മഴക്കാലമായതുകൊണ്ട് വളരെ ശക്തമായ മഴ നിലനിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ ദഹന പ്രക്രിയ വളരെ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്, സമയമാണ് കർക്കിടകം. അതുകൊണ്ടാണ് നമ്മൾ സുഖചികിത്സകൾ, ആയുർവേദ ചികിത്സകൾക്കൊക്കെ കർക്കിടകം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞി കൊടുത്തു വരുന്നുണ്ട്. എല്ലാ ദിവസവും കർക്കിടക കഞ്ഞി കാലത്ത് വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഔഷധ കഞ്ഞിയായിട്ട് കർക്കിടക കഞ്ഞി എന്ന പേരിൽ കൊടുക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണമുണ്ട്, നവാഹ ദിവസങ്ങളെല്ലാം ഉച്ചഭക്ഷണമുണ്ട്. അങ്ങനെ വ്യത്യസ്ത പരിപാടികളായിട്ടാണ് ഈ വർഷം ആലത്തിയൂർ ഹനുമാൻകാവ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ആചരിച്ചു പോരുന്നത്. ഓഗസ്റ്റ് 4 മുതൽ 13 വരെ കാനപ്രം ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാമായണ നവാഹം നടക്കും. 15-ന് അഖണ്ഡനാമ പാരായണം, 16-ന് സഹസ്രദീപം തെളിയിക്കൽ, 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടക്കും. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.